ഹലോ, ഞാനിപ്പോൾ പോണത് എങ്ങോട്ടാണെന്നറിയോ? ഞാനിപ്പോൾ പോണത് കല്യാണത്തിന് പോവാണ്. ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു ഫാമിലിയുടെ കല്യാണമാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. ഞാൻ മാത്രമല്ല, അമ്മയുണ്ട്. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് കണ്ടോ, ഫുള്ളും കാണാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഈ കല്യാണത്തിനും ഓണത്തിനും വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായി കഴിഞ്ഞാൽ. പിന്നെ മുന്നിൽ കൂടെ തന്നെ അമ്മ പോകുന്നുണ്ട്. അമ്മ പിന്നെ അറിയാലോ, അമ്മ പിന്നെ ക്യാമറയ്ക്കൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിനി അമ്പലത്തിൽ വെച്ചിട്ട് കാണാം. അപ്പം അങ്ങനെ തന്നെ അമ്പലമെത്തി. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് കിടക്കാണ്. അപ്പം ഇതാണ് അമ്പലം. കെട്ടൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞ് വന്നു. ഇത് ചെക്കൻ്റെ ഭാഗമാണ്. അപ്പം ഞങ്ങൾ ഹോളിലേക്ക് കയറാൻ പോവാണ്. ഹോളിലേക്ക് കയറുമ്പോൾ അപ്പുറത്ത് തന്നെ വേറൊരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അതാണെന്ന് വിചാരിച്ചത്. പിന്നെ മനസ്സിലായി അത് വേറെ ആൾക്കാരെയാണ്. അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ ഹോളിലെത്തിയ സമയത്ത് എൻ്റെ ഫോട്ടോ എടുക്കലായിരുന്നു. ഇതാണ് ഇവരുടെ ഫാമിലി. പിന്നെ ഇവർക്കൊരു അനിയത്തിയുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്ന് ചേച്ചിനെ ചേട്ടനൊക്കെ കണ്ട് സംസാരിച്ച് പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഭയങ്കര തിരക്ക്. പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, ഈ ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇരിക്കാമെന്ന്. അപ്പോൾ അവരെ കഴിച്ച് കഴിയണവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നു. അപ്പുറത്ത് തന്നെ നമ്മുടെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഇല വന്നപ്പോൾ ആദ്യത്തെ കറി തന്നെ നമ്മൾ പൈനാപ്പിൾ കറിയാണ്. പൈനാപ്പിൾ കറി എനിക്ക് വലിയ താല്പര്യമില്ല. പൊതുവേ എനിക്ക് സദ്യകളിൽ ഇഷ്ടമില്ലാത്ത കറികളുണ്ട്. അതിലൊരെണ്ണമാണ് പൈനാപ്പിൾ കറി. ഞാനതൊന്നും കൂട്ടേ ഇല്ല സദ്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ പുളിഞ്ചി, അച്ചാർ, പിന്നെ നമ്മുടെ കായ്പേരി, ശർക്കരപ്പേരി, അങ്ങനെ പിന്നെ അപ്പോൾ നമ്മളെല്ലാ കറികളും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെയൊക്കെ ഒന്നും കഴിക്കാണ്ട് പോയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചോറ് വരാൻ കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ചോറ്, പപ്പടം, അങ്ങനെ എല്ലാം സെറ്റായി. അപ്പം അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് ഇറങ്ങി. ഇവിടെ ഒരു ആനയുണ്ട്. ആനനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കല്യാണ ചെക്കൻ്റെ അച്ഛൻ. ഞങ്ങളെ കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കാനൊക്കെ വന്നതാണ്. പിന്നെ കല്യാണ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചു. ഈ ആനയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ഇവിടെ ഈ അമ്പലത്തിൽ ഒരു ആന ഉണ്ടായിരുന്നു. ആന ചെരിഞ്ഞു പോയി. അപ്പം ആ ആനയ്ക്ക് വേണ്ടിയിട്ട്, ആ ആനയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആനേനെ ഇവിടെ സ്ഥാപിച്ചത്. ആനയുടെ പേര് മണികണ്ഠൻ. ഇവിടുത്തെ ആനയുടെ പേര് മണികണ്ഠനായിരുന്നു. അപ്പം മണികണ്ഠൻ ചെരിഞ്ഞു. അപ്പം ആ മണികണ്ഠൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ആനേനെ ഇവിടെ ഇങ്ങനെ വെച്ചത്. പക്ഷെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. എന്തെന്നാലൊക്കെ കഴിഞ്ഞിട്ടില്ലേ. പക്ഷെ ഇവിടെ ഇനി വേറെ ആനകളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്ത് കുറിച്ചല്. അപ്പം അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തൊട്ടപ്പുറത്തൊരു കടയിലേക്ക് കയറി ഒരു പാല് മേടിക്കണം നമ്മൾക്ക് വീട്ടിലേക്ക്. അപ്പം അങ്ങനെ പാലൊക്കെ മേടിച്ച് ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇത്രയുള്ളൊക്കെ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരുമ്പോൾ ഓക്കെ ബായ്.